ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്ന് നോമ്പ് തുറക്കാൻ പോകുന്നത് നമ്മളെ മർക്കസ് നോളജ് സിറ്റിയിലാണ്. 30,000 ആളുകൾ പങ്കെടുക്കുന്ന മർക്കസ് നോളജ് സിറ്റിയിലെ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കാനാണ് ഇന്ന് നമ്മൾ പോകുന്നത്. റമളാൻ 1 മുതൽ എല്ലാ ദിവസവും ഇവിടെ മർക്കസ് നോളജ് സിറ്റിയിൽ ഇഫ്താർ സംഗമം നടക്കുന്നുണ്ട്. നമ്മൾ പോയത് നോമ്പ് 16-നാണ്. നോമ്പ് 16-ന് 30,000 ആളുകളെ വെച്ചിട്ട് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. ഞാനും ഇക്കയും ജാച്ചും ജിത്തുമാണ് ഇവിടുന്ന് പോയത് കേട്ടോ. ഞാനും ജാച്ചും പെണ്ണുങ്ങൾ ഇരിക്കുന്ന സെക്ഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ പള്ളിൻ്റെ അകത്ത് ആണുങ്ങൾക്കായിട്ട് വേറെ സെക്ഷനാണ്, ആ ഭാഗത്താണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇനിയും ജാച്ചുവിനും വീഡിയോയിൽ അധികം കാണാൻ പറ്റില്ല. ഇക്കയും ജിത്തുമാണ് ഉള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, അവിടുത്തെ ഇഫ്താർ സംഗമം എല്ലാവരും കാണുക. ഒരു ദിവസമെങ്കിലും അവിടെ പോയി നോമ്പ് തുറക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കുക. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن
ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد الله أكبر سمع الله لمن حمده الله أكبر الله أكبر ناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدورهم നമ്മളിന്ന് അൽഹംദുലില്ലാ നോമ്പ് തുറന്നത് നോളജ് സിറ്റി എന്നാണ് കേട്ടോ. ഇവിടെ ഇന്ന് 30,000 ആൾക്കാരെ വെച്ചിട്ട് ഉള്ള നോമ്പ് തുറയായിരുന്നു നമ്മൾ നോളജ് സിറ്റിയിൽ നിന്ന്. പക്ഷെ ഇന്ന് 30,000 ആൾക്കാരൊന്നും അല്ല, അതിനേക്കാൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം ചുറ്റുവട്ടം കാണുന്നുണ്ടാവും. നോമ്പൊക്കെ തുറന്ന് അൽഹംദുലില്ലാ നോമ്പൊക്കെ തുറന്ന് ഞങ്ങൾ പുറത്തിറങ്ങി, നിസ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. നല്ല ഇവിടുത്തെ തന്നെ ആടിനെ വെച്ചിട്ടുള്ള 300 ചില്ലറ ആടിനെ വെച്ചിട്ടുള്ള മന്തിയും, പിന്നെ ഇവിടുത്തെ തന്നെ ഇവിടെ തന്നെ കൃഷി ചെയ്ത വത്തക്ക കൊണ്ടുള്ള ജ്യൂസും, അങ്ങനെയൊക്കെ ഒരുപാട് നല്ല അടിപൊളി വിഭവങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടാണ് ഇവിടെ നോമ്പ് തുറന്നത്. അൽഹംദുലില്ലാ നോമ്പ് തുറന്ന് ഇനി ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. നല്ല മഴയും പെയ്യുന്നുണ്ട്, ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്.